നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു? എന്റെ സിനിമയെ പറ്റി എന്നോട് തന്നെ ചോദിക്കുന്നത് ഞാൻ എത്ര എണ്ണം പിടിക്കും? കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നു. ഇത് പിടിക്കണമല്ലോ. മതി മതി. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഫുൾ തിയേറ്റർ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഐ വിഷ് ഉർവശി ചേച്ചി വാസ് ഹിയർ ബിക്കോസ് ഞാൻ ചേച്ചിയോട് അഭിനയിക്കുമ്പോഴും ഐ വാസ് വെരി, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ഉർവശിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സീനും ഓരോ ഫ്രെയിമും സിനിമ ഇപ്പോൾ കണ്ടപ്പോഴും എൻ്റെ ഉള്ളിലെ വേദന പോയിട്ടില്ല. ചേച്ചി ആൻഡ് ദെൻ ബിക്കോസ് ഐ എം ഹാപ്പി ക്രിസ്റ്റോയുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. ക്രിസ്റ്റോ ഒരുപാട് കാലം എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് നല്ല പുതിയ അവസാനം വന്ന് ഞാൻ ഈ സിനിമ ചെയ്തു എന്നുള്ളതാണ് സത്യം. വലിയ സന്തോഷമായി തോന്നിയ ഓഡിയൻസ് ആൾസോ ലൈക്സ്. എല്ലാവരും പറയുന്നത് പാർവതി മാമിന്റെ ഒരു കമ്പാക്ക് ആണെന്നാണ്. ഞാനവിടെ പോയി കംബാക്ക് ചെയ്യാൻ. താങ്ക് യു. ഓക്കെ താങ്ക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പ്രപഞ്ച വേൾഡിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിന് വേണ്ടി അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെരി ടച്ചിങ്. ആബ്സല്യൂട്ട്ലി ലവ് ദ ഹോൾ എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു? പറയാൻ ശരിക്കും പറ്റുന്ന അതുപോലെ ഇരിക്കില്ല. വളരെ പവർഫുള്ളായിട്ട് വളരെ ഓണസ്റ്റായിട്ട് നമ്മൾ സമൂഹം എങ്ങനെയാണോ അതിനെ അതുപോലെ കാണിച്ചു തരാനും എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയാണ്. ഉർവശി മാം എനിക്ക് വാക്കുകളില്ല പറയണം. അത്രയും അടിപൊളിയായിട്ട് എല്ലാ ആക്ടേഴ്സും അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉർവശി മാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയതായിരിക്കും. കഥാപാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോഴും നമ്മൾ ഷിവർ ചെയ്യണം പോലെ അല്ലെങ്കിൽ അത്രയും ഫൗണ്ടിങ് ആയിട്ട് കണ്ണു നിറഞ്ഞോ? പല മനുഷ്യരാണല്ലോ. ഒരാളെയും തെറ്റായിട്ടൊന്നുമല്ല കണ്ടത്. എല്ലാവരുടെ അന്നാളുടെ ആ ഒരു അവസ്ഥ അത് നമ്മൾ ശരിക്കും അതോടൊക്കെ നമ്മൾ എംപതൈസ് ചെയ്ത് പോകുന്ന പോലെ അത്രയും മനസ്സിലത്തോടെ പറയാൻ പാടില്ല. ഇനി ഒന്നുകൂടെ കാണണം. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും പോയി കാണണം. അതിന് ശരിക്കും മലയാളികളോട് പറയണം. ഇന്ത്യയോട് മൊത്തം പറയണം. എന്നാൽ മലയാളികളോട് പ്രത്യേകിച്ച് പറയണം. നമ്മുടെ മനസ്സിൽ അനുകമ്പയും സ്നേഹവും വളർത്താൻ ഏറ്റവും സഹായിക്കുന്ന സിനിമ. അത്രയും നന്നായി ഓരോ വാക്കുകളും വരികളും അത്രയും ശ്രദ്ധിച്ചാണ് ഇരിക്കണം. എല്ലാ ആക്ടേഴ്സും വളരെ സൂക്ഷ്മമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പറയുന്ന ഉർവശി മാം എല്ലാത്തിനും മാറിയിട്ട് നിൽക്കുകയാണ്. രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. സിനിമയുടെ അവസാനം നമുക്ക് കണ്ടു കഴിയുമ്പോൾ എന്താ പറയുക, മുമ്പോട്ടേക്ക് ജീവിതത്തിനെ കാണാനൊരു കുറച്ചുകൂടി ഒരു ശക്തി തരുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. മാമിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?